അവനവൻ്റെ തൊടിയിൽ നടന്ന് എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പറിച്ച് കുക്ക് ചെയ്യുക, അതുപോലെ പഴവർഗ്ഗങ്ങൾ പറിക്കുക, ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. ഇന്ന് രാവിലെ തന്നെ നല്ല വെയിലാട്ടോ, അതുകൊണ്ട് തന്നെ റംബുട്ടാനൊക്കെ ഒന്ന് കാണാനൊരു ഭംഗി കൂടിയിട്ടുണ്ട്. നല്ല കാറ്റുണ്ട്. ഇതുപോലെ താഴെയുള്ള കമ്പിലൊക്കെ പിടിച്ചിട്ടുണ്ട്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇവക്ക്. ഇതുപോലെ കണ്ടില്ലേ, ഇത്രയൊക്കെ കായുണ്ട്. ഇനി ചാടാതെ നിന്ന് കിട്ടിയാൽ മതിയായിരുന്നു. വലിയ കായകളായിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ ചീരമുളക് നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചീരമുളക് നമുക്ക് ചമ്മന്തിയിലൊക്കെ ഇട്ട് കൂട്ടാൻ ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ ഞാനതൊക്കെ പൊട്ടിച്ചെടുത്തു. പിന്നെ പോരുന്ന വഴിക്ക് ഇതാ നമ്മളെ വിയറ്റ്നാം ഏളി നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. പഴുത്ത് വാസന വരുന്ന സമയത്ത് പൊട്ടിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. കളറൊക്കെ മാറി വരുന്നുണ്ട്. മഴ പെയ്തതുകൊണ്ട് ചക്കയ്ക്ക് ടേസ്റ്റ് കുറഞ്ഞോ എന്നുള്ളൊരു പേടിയും ഉണ്ട്. ഇയാൾ ശരിക്കും മൂത്ത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മളെ പറമ്പിൽ നിന്ന് കിട്ടിയത് ഈ ശംഖുപുഷ്പമാണ്. ഇന്ന് ഒരു ശംഖുപുഷ്പത്തിൻ്റെ ചായ ഉണ്ടാക്കി കൊടുക്കാനുള്ള വകുപ്പും കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചീരമുളക് ചേർത്തിട്ട് ചമ്മന്തി അരക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും എന്ന് ആലോചിച്ചപ്പോഴാണ് നമുക്ക് സ്റ്റാർ ഫ്രൂട്ട്സ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല പുളി ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നമുക്കിത് പൊട്ടിച്ചെടുത്ത് ചീരമുളകും കൂട്ടിയിട്ട് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ചുട്ട് ചമ്മന്തി അരക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചുടാനൊന്നും നിൽക്കുന്നില്ല. ഇതും ചീരമുളകും ഇട്ടിട്ട് പെട്ടെന്നൊരു ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല വലിപ്പം വരും കേട്ടോ കായ. പക്ഷേ വലിപ്പം വരുന്ന സമയമാകുമ്പോഴേക്കും ആവലുകൾ കടിച്ച് കൊണ്ടുപോകും. അപ്പം ഞാൻ കിട്ടിയതൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞായിട്ട് അത് നുറുക്കി ഇതുപോലെ മിക്സിയുടെ കുഞ്ഞു ഗ്രൈൻഡറിലിട്ടിട്ട് നമ്മുടെ ചീരമുളകും കുറച്ച് ഉപ്പും ചേർത്ത് നല്ല പോലെ ഒരു തുള്ളി വെള്ളവും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അടിച്ചു കൊടുത്തത് കേട്ടോ. ഒന്ന് ലൂസായി കിട്ടാൻ വേണ്ടി. അടിപൊളി ചമ്മന്തിയാണ്. പിന്നെ നമ്മൾ ചോറ് കഴിക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ബീഫ് വരട്ടിയതും വഴുതനങ്ങ ഉപ്പേരിയും അതുപോലെ നമ്മുടെ ഈ ഒരു ചമ്മന്തിയും കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ. വിളമ്പി വെച്ചപ്പോൾ ഏത് ആദ്യം കഴിക്കണം എന്നുള്ളത് ഒരു ഡൗട്ടായിരുന്നു കേട്ടോ. ബീഫിനോട് ഉള്ളതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇഷ്ടം വഴുതനയോടാണ്. അപ്പോൾ വഴുതന കൂട്ടിയിട്ട് ആദ്യം ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ നല്ല പുളിയുള്ള ചീരമുളകിട്ട് അരച്ചിട്ടുള്ള ചമ്മന്തിയും അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു വഴുതന താളിച്ചതും അതുപോലെ ഈ ഒരു ചമ്മന്തിയും. അങ്ങനെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ സബ്സ്ക്രൈബും ചെയ്യണേ.